വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് പൊതു ടോയ്ലറ്റിന് വേണ്ടി വിട്ടു നൽകിയ സ്ഥലം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് കോടിമാറ എസ്റ്റേറ്റ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതുകൊണ്ടും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ മണ്ണിടിഞ്ഞ് കൂടുതൽ സ്ഥലം നഷ്ടമാകുന്നതും കൊണ്ടാണ് സ്ഥലം തിരിച്ചുപിടിക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നതെന്ന് എസ്റ്റേറ്റ് അധികൃതർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് 2019 അവസാന മാസത്തിലാണ് കോണിമാറ എസ്റ്റേറ്റ് അധികൃതർ പഞ്ചായത്തിന്റെ നിരന്തരമായ അപേക്ഷയ്ക്ക് വഴങ്ങി 15 മീറ്റർ വീതിയിലും 15 മീറ്റർ നീളത്തിലും വണ്ടിപ്പെരിയാർ ടൗണിന്റെ ഹൃദയഭാഗത്ത് എസ്റ്റേറ്റ് വക സ്ഥലം ഗ്രാമപഞ്ചായത്തിന്റെ പൊതു ടോയ്ലറ്റിന് വേണ്ടി വിട്ടു നൽകിയത്. സ്ഥലം വിട്ടു നൽകിയ സമയത്ത് ബാക്കിയുള്ള എസ്റ്റേറ്റ് വക സ്ഥലത്തു നിന്നും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പോകാതിരിക്കാൻ സംരക്ഷണ ഭിത്തി അടക്കം കെട്ടി നൽകാം എന്നുള്ള എഗ്രിമെന്റ് പ്രകാരമാണ് സ്ഥലം വിട്ടു നൽകിയിരിക്കുന്നതും. എന്നാൽ സ്ഥലം വിട്ടു നൽകി 6 വർഷം പിന്നിടുമ്പോഴും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടുമില്ല. നിലവിൽ അവിടെയുണ്ടായിരുന്ന കല്ലുകൾ മൊത്തം പൊട്ടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ ഉടൻ തന്നെ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയും സ്ഥലം കൂടുതലായി നഷ്ടമാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് എസ്റ്റേറ്റിന്റെ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ പഞ്ചായത്തിന്റെ പക്കൽ നിന്നും പൊതു ടോയ്ലറ്റിന് വേണ്ടി നൽകിയ സ്ഥലം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കേണ്ടി വരുന്നതെന്ന് എസ്റ്റേറ്റ് മാനേജർ ജോസഫൻ പറഞ്ഞു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യപ്രകാരവും വണ്ടിപ്പെരിയാർ ടൗണിൽ ഉൾപ്രദേശങ്ങളിൽ വരുന്ന പർച്ചേസിനൊക്കെ വരുന്ന ആളുകളുടെ ആവശ്യവും മനസ്സിലാക്കി കമ്പനി അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ പണിയാനായിട്ട് 15 മീറ്റർ നീളത്തിലും 15 മീറ്റർ വീതിയിലുമുള്ള സ്ഥലം വണ്ടിപ്പെരിയാർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കംഫർട്ട് സ്റ്റേഷൻ പണിയാനായിട്ടുള്ള കൺസെൻറ്റ് നൽകുകയുണ്ടായി. പക്ഷേ നാളിതുവരെയായിട്ടും ഒരു പ്രവൃത്തിയും അവിടെ കൺസ്ട്രക്ഷൻ വർക്കും നടത്തിയിട്ടില്ല. അവിടുന്ന് ഉണ്ടായിരുന്ന മണ്ണും പാറയും പഞ്ചായത്ത് പൊട്ടിച്ചു മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ വർഷവും മഴക്കാലത്ത് മണ്ണ് ഇടിഞ്ഞു വീണ് കമ്പനിക്ക് നഷ്ടമുണ്ടാകുകയും അതുവഴി പോകുന്ന ആളുകൾക്ക് ഭയങ്കര ഭീഷണിയായിട്ട് നിലനിൽക്കുകയുമാണ്. ആയതിനാൽ ഇനി ഇത് പഞ്ചായത്തിൻ്റെ വർക്ക് തുടങ്ങുന്നില്ല എങ്കിൽ സ്ഥലം തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് കമ്പനിക്ക് ആലോചിക്കേണ്ടി വരുമെന്ന് അറിയിക്കുന്നു. എന്നാൽ ഇതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പറയുന്നുണ്ട് എങ്കിലും പിന്നീട് അനുവദിച്ച തുക വക മാറ്റുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പീരിമേഡ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിക്കുകയും സർക്കാർ തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിക്കുകയും ചെയ്തത്. എന്നാൽ ഇതും നടപടികളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 തവണ ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതിയും ഒപ്പം അപേക്ഷയും നൽകി. എന്നാൽ എസ്റ്റേറ്റ് വക സ്ഥലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ നടപടികൾ ഒന്നും തന്നെ ആകുന്നുമില്ല. 4 തവണകളിലായി മണ്ണിടിഞ്ഞതിൽ 15 മീറ്റർ എന്നുള്ളത് 20 മീറ്ററോളം സ്ഥലം നിലവിൽ എസ്റ്റേറ്റിന് നഷ്ടപ്പെട്ടു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്തു നിന്നും വണ്ടിപ്പെരിയാർ ടൗണിലെത്തുന്ന പൊതുജനങ്ങൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്തണം എന്നുള്ളതിന് വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. ഇന്നും നടപ്പിലായിട്ടുമില്ല. എസ്റ്റേറ്റ് ഭൂമിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വണ്ടിപ്പെരിയാർ പ്രദേശത്തെ വികസനത്തിന് എസ്റ്റേറ്റ് തന്നെ സ്ഥലം വിട്ടു നൽകിയാൽ മാത്രമേ വരും നാളുകളിലുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനടക്കം നടത്താൻ കഴിയുകയുമുള്ളൂ. അങ്ങനെ കിട്ടുന്ന സ്ഥലം സംരക്ഷിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദം ആക്കുന്നതിനും ജനങ്ങളുടെ ആവശ്യമായ ഈ പൊതു ടോയ്ലറ്റ് ഉടൻ നിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം സ്ഥലം തിരിച്ചുപിടിക്കാനുള്ള നടപടികളുമായി മുൻപോട്ടു പോകുമെന്നും എസ്റ്റേറ്റ് അധികൃതർ പറയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.